രാശിക്കാരെ, ഒരു നിമിഷം നിൽക്കൂ. നിങ്ങളുടെ വീടിന്റെ അകത്ത് ആ 4 ചുവരുകൾക്കിടയിൽ ഒരു രഹസ്യം ഇപ്പോഴും ശ്വാസം പിടിച്ചു നിൽക്കുകയാണ്. ആരോ മറച്ചുവെച്ചത്, ആരോ മറന്നുപോയത്, അല്ലെങ്കിൽ ആരോ അറിയാതെ ചെയ്തത്, അത് ഇനി ഒളിഞ്ഞിരിക്കില്ല. ആകാശത്ത് ഗ്രഹങ്ങൾ ഒരു പ്രത്യേക നിലപാടിലേക്ക് നീങ്ങുമ്പോൾ ഭൂമിയിലെ മറഞ്ഞ സത്യങ്ങൾ വെളിച്ചത്തിലേക്ക് ഉയർന്നുവരും. ഇത് ആരുടെയെങ്കിലും ഗൂഢാലോചനയല്ല, ഇത് പ്രപഞ്ചത്തിന്റെ നിയമം. കർക്കിടകം, ചന്ദ്രന്റെ സ്വന്തം രാശി. ഇത്രയും ഗൂഢമായ, ഇത്രയും ആഴമേറിയ, ഇത്രയും വൈകാരികമായ ഒരു രാശി വേറൊന്നില്ല. നിങ്ങൾ ഉള്ളിൽ ഒരുപാട് കൊണ്ടു നടക്കുന്നവരാണ്. ചിരിക്കുമ്പോഴും കണ്ണ് നിറഞ്ഞിരിക്കും, ശക്തരായി കാണപ്പെടുമ്പോഴും ഉള്ളിൽ ഒരു വേദന ഉണ്ടാകും. ആ വേദനയ്ക്ക് ഇനി ഒരു ഉത്തരം ലഭിക്കാൻ പോകുകയാണ്. ഒരുപക്ഷേ നിങ്ങൾ കാത്തിരുന്ന ഉത്തരം, ഒരുപക്ഷേ നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഉത്തരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കേൾക്കൂ. ഒരു ജ്യോതിഷി എന്ന നിലയിൽ മാത്രമല്ല, ഒരു ആത്മബന്ധുവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഇത് പറയുകയാണ്. കർക്കിടകം രാശിക്കാർ ഇപ്പോൾ ഒരു വലിയ ജ്യോതിഷ സന്ധിയിൽ നിൽക്കുകയാണ്. ഇത് വെറുമൊരു ഗ്രഹമാറ്റമല്ല, ഇത് ഒരു യുഗപരിവർത്തനം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ഗൃഹസ്ഥ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ കൊടുങ്കാറ്റ് ഉടൻ വരും, പക്ഷേ ഭയപ്പെടരുത്. കാരണം ആ കൊടുങ്കാറ്റ് ഉണ്ടാകേണ്ടതാണ് ശുദ്ധീകരണത്തിനായി, ഉണർവിനായി, ഒരു പുതിയ ആരംഭത്തിനായി. ഇത് കേൾക്കുന്ന ഓരോ കർക്കിടകം രാശിക്കാരും ഒരു കാര്യം ഓർക്കൂ: ആകാശം ഒരിക്കലും കളവ് പറയില്ല. നക്ഷത്രങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഗ്രഹങ്ങൾ ഒരിക്കലും കാരണം കൂടാതെ ചലിക്കില്ല. ഈ നിമിഷം, ഈ ദിവസം, ഈ സമയം, ഈ വാക്കുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം, ആ ദൈവിക ഇഷ്ടം, ഈ സന്ദേശം ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ്. കർക്കിടകം രാശിക്ക് ചന്ദ്രൻ ആധിപത്യം നൽകിയ നിമിഷം മുതൽ ഈ രാശിക്കാർ ഒരു ദൈവിക ദൗത്യവുമായി ഭൂമിയിൽ വന്നവരാണ്. നിങ്ങൾ കരുതലിന്റെ കരങ്ങളുള്ളവരാണ്, സ്നേഹത്തിന്റെ ഹൃദയമുള്ളവരാണ്, ത്യാഗത്തിന്റെ ആത്മാവുള്ളവരാണ്. എന്നാൽ ആ ത്യാഗം, ആ കരുതൽ, ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. അത് നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല, എന്നാൽ അത് നിങ്ങൾക്ക് ആവശ്യമായതാണ്. കർക്കിടകം രാശിക്കാരെ, ഈ നിമിഷം ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ശ്രദ്ധിക്കൂ. ആദ്യം നാം ഈ കർമ്മഭാരം ഇറക്കിവെക്കാനുള്ള വഴികളെക്കുറിച്ച് സംസാരിക്കണം. കാരണം ഏത് ഗ്രഹസ്ഥിതിയും ഏത് ദോഷവും ശരിയായ ആത്മീയ പ്രവർത്തനങ്ങളിലൂടെ ശമിപ്പിക്കാൻ സാധിക്കും. ഇത് അന്ധവിശ്വാസമല്ല, ഇത് തലമുറകളായി കൈമാറി വന്ന ആത്മീയ ജ്ഞാനമാണ്. ഈ ദിനങ്ങളിൽ കർക്കിടകം രാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഉദ്ദേശം പ്രഭാതത്തിൽ ഉണർന്ന ഉടനെ ഒരു ഗ്ലാസ് ശുദ്ധജലം എടുത്ത് അതിൽ ഒരു നുള്ള് കടൽ ഉപ്പ് ചേർത്ത് ഭഗവാൻ ശിവനെ മനസ്സിൽ ധ്യാനിച്ച് ആ ജലം വീടിന്റെ ആലുമൂലകളിലും തളിക്കൂ. ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജം നീക്കം ചെയ്യും. ഒളിഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ പ്രകടമാകും, പക്ഷേ അതോടൊപ്പം അവ ശമിക്കുകയും ചെയ്യും. ഇത് ഒരു ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യൂ. ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ബുധനാഴ്ച ദിവസം ഒരു ദേവീക്ഷേത്രത്തിൽ പോകൂ. ഭഗവതി, ദുർഗ, ഭദ്രകാളി ഇവരിൽ ആരോടും നിങ്ങൾ ഏറ്റവും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കൂ. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മനസ്സിൽ ഒരു കാര്യം മാത്രം ചിന്തിക്കൂ: അമ്മേ, എന്റെ വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തും പ്രകാശത്തിലേക്ക് കൊണ്ടുവരൂ. ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ ഒരൊറ്റ പ്രാർത്ഥന, ഈ ഒരൊറ്റ സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അദൃശ്യ സംരക്ഷണ കവചം ഉണ്ടാക്കും. ശനിയാഴ്ചകളിൽ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു വിളക്ക് കൊളുത്തു. ശനി ദോഷം ഉള്ളവർക്ക് ഇത് ഏറ്റവും ശക്തമായ പ്രതിവിധിയാണ്. ആൽമരം ഒരു ദിവ്യവൃക്ഷമാണ്. ത്രിമൂർത്തികളുടെ അനുഗ്രഹം ഈ വൃക്ഷത്തിൽ കുടികൊള്ളുന്നു എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ നെയ്വിളക്ക്, ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ചെറിയ നിമിഷം, ഇതുമതി. ഈ ലളിതമായ കർമ്മം നിങ്ങൾ ചെയ്യൂ. ഇനി കർമ്മപരിഹാരത്തെക്കുറിച്ച് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരാൻ കാരണം ഒരു കർമ്മചക്രം പൂർത്തിയാകുകയാണ്. ഒരു പഴയ കടം തീർക്കപ്പെടുകയാണ്. ഒരു പഴയ ബന്ധം അവസാനിക്കുകയോ ദൃഢമാകുകയോ ചെയ്യൂ. കർക്കിടകം രാശിക്കാരെ, ഈ നിമിഷം നിങ്ങളുടെ ഹൃദയം ഒന്ന് ശ്രദ്ധിക്കൂ. പ്രണയം എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ആരുടെ മുഖമാണ് തെളിയുന്നത്? ആ മനുഷ്യനെക്കുറിച്ചോ ആ ബന്ധത്തെക്കുറിച്ചോ ഗ്രഹങ്ങൾ ഇപ്പോൾ വളരെ ശക്തമായ ഒരു സന്ദേശം നൽകുകയാണ്. അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. പ്രണയ ജീവിതത്തിൽ ഇപ്പോൾ കർക്കിടകം രാശിക്കാർക്ക് വളരെ സൂക്ഷ്മമായ ഒരു ഘട്ടമാണ് വന്നിരിക്കുന്നത്. ഗുരു ഭഗവാൻ നിങ്ങളുടെ സ്നേഹഭാവത്തിൽ ഇരിക്കുമ്പോൾ ശനി നിങ്ങൾ ഇതുവരെ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച വികാരങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ്. ഒരു ബന്ധം, അത് പ്രണയമായാലും ദാമ്പത്യമായാലും, ഇനിമേൽ ഒളിഞ്ഞിരിക്കാൻ ആകില്ല. സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടമാകും. പ്രശ്നം ഉണ്ടെങ്കിൽ അതും തെളിഞ്ഞു കാണും. ചിലർക്ക് ഇക്കാലത്ത് ഒരു പഴയ പ്രണയം തിരിച്ചുവരുന്ന അനുഭവം ഉണ്ടാകും. വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു കാരണത്താൽ ദൂരെ പോയ ഒരു ആത്മബന്ധം. ആ മനുഷ്യൻ ഒരു സന്ദേശവുമായി, ഒരു ചോദ്യവുമായി, ഒരു നോട്ടവുമായി തിരിച്ചുവരുന്നത് നിങ്ങൾ കാണും. ആ നിമിഷം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കാരണം അത് ഒരു ദൈവിക പരീക്ഷണമാണ്. നിങ്ങൾ ഭൂതകാലത്തിൽ നിൽക്കുകയാണോ അതോ ഭാവിയിലേക്ക് നടക്കുകയാണോ എന്ന് ഗ്രഹങ്ങൾ നോക്കുകയാണ്. വിവാഹിതരായ കർക്കിടകം രാശിക്കാർക്ക്
ദാമ്പത്യ ജീവിതത്തിൽ ഒരു വൈകാരിക ചലനം ഉണ്ടാകും. ഒരു കാലത്ത് ഉണ്ടായിരുന്ന അടുപ്പം, ആ ഊഷ്മള, അത് വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഇരുവർക്കും ഉണ്ടാകും. ഈ ഘട്ടത്തിൽ ഇണ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കൂ. ചിലപ്പോൾ അവർ ഉറക്കെ പറയാത്ത ചിലത് കണ്ണുകളിൽ ഉണ്ടാകും. ആ മൗനത്തെ തിരിച്ചറിഞ്ഞ് ആ ഹൃദയത്തെ കൈപിടിക്കൂ. ഈ ഘട്ടം ദാമ്പത്യ ബന്ധത്തെ ആഴത്തിൽ ഉറപ്പിക്കാനുള്ള ഒരവസരമാണ്. എന്നാൽ ചിലർക്ക് ഈ ഘട്ടം വൈകാരിക സംഘർഷവും നൽകും. ഒരു തെറ്റിദ്ധാരണ, ഒരു ആശയവ്യത്യാസം, ഒരു ദീർഘനിശബ്ദത, ഇവ ബന്ധത്തിൽ ഒരു ചെറിയ ഇടർച്ച ഉണ്ടാക്കിയേക്കാം. അത് കണ്ടു ഭയക്കേണ്ടതില്ല. ശനി ഇത് ചെയ്യുന്നത് ബന്ധം തകർക്കാൻ അല്ല, ബന്ധം ശുദ്ധീകരിക്കാനാണ്. ആ ഇടർച്ചയ്ക്ക് ശേഷം വരുന്ന ഒരു ആഴമേറിയ ആലിംഗനം, അത് ഏത് ബന്ധത്തെയും ജീവിതകാലം ഉറപ്പിക്കും. കുടുംബ ജീവിതത്തിലും ഈ ഊർജ്ജം. കർക്കിടകം രാശിയിലെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഒരുപക്ഷേ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിലത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഉറക്കം ശരിക്കു വരുന്നില്ല, മനസ്സ് പലയിടത്ത് പോകുന്നു, ചിലപ്പോൾ കാരണമില്ലാതെ ഉള്ളിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നു. ഇതൊക്കെ കാകതാളീയമല്ല, ഗ്രഹങ്ങൾ ഒരുക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ മുന്നറിയിപ്പാണ് ഇത്. ഇപ്പോൾ ഗുരു നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട ഘട്ടത്തിലൂടെ കടന്നുപോകുകയാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം കർക്കിടകം രാശിക്കാർക്ക് ഒരേ സമയം ആഴമായ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു. വീടിനുള്ളിൽ, കുടുംബത്തിനുള്ളിൽ, ഹൃദയത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്ന കാര്യങ്ങൾ ഇനി ഒളിഞ്ഞിരിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല. ഇനി ഞാൻ ആ ഉത്തരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോകുകയാണ്. ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കൂ. ഈ ജീവിതത്തിൽ ആരോഗ്യം എന്നത് കേവലം ശരീരത്തിന്റെ കാര്യം മാത്രമല്ല. ഒരു മനുഷ്യൻ ശരിക്കും ആരോഗ്യവാനാകണമെങ്കിൽ ശരീരം, മനസ്സ്, ആത്മാവ്, ഈ മൂന്നും ഒരേ ദിശയിൽ ചലിക്കണം. കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ ഈ 3 തലങ്ങളിലും ഒരേ സമയം ഒരു പരിശോധന നടക്കുകയാണ്. ശരീരപരമായി നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ ദഹനവ്യൂഹവുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് ഗ്രഹനിലയുടെ സ്വാഭാവിക ഫലമാണ്. ഭക്ഷണക്രമത്തിൽ ജാഗ്രത വേണം. ആഹാരം ചൂടോടെ, ശ്രദ്ധയോടെ കഴിക്കൂ. ഉഷ്ണമേറിയ ഭക്ഷണം ഒഴിവാക്കൂ. ധാരാളം വെള്ളം കുടിക്കൂ. ശനി ഗ്രഹത്തിന്റെ സ്ഥാനം ഇപ്പോൾ 6ാം ഭാവത്തെ സ്വാധീനിക്കുന്നതിനാൽ ശ്വാസകോശ സംബന്ധമായ ആശങ്കകളും ഒഴിവാക്കാൻ ശ്രമിക്കൂ. ഉറക്കം ശരിക്ക് ലഭിക്കാൻ ശ്രദ്ധ കൊടുക്കൂ. ശരീരം ആവശ്യപ്പെടുന്ന വിശ്രമം നൽകൂ. മനസ്സിന്റെ കാര്യം പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ കർക്കിടകം രാശിക്കാർക്ക് ഒരു പ്രത്യേകതരം ആശങ്ക അനുഭവപ്പെടും. കുടുംബ ജീവിതത്തിൽ ചില അസ്ഥിരതകൾ കാണുന്നുണ്ടോ? ഒരുപക്ഷേ വർഷങ്ങളായി ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ളിൽ ആഴ്ത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകും. ആ ഭാരം ഒറ്റയ്ക്ക് വഹിക്കണ്ട. ദൈവത്തിന് ആ ഭാരം. കുടുംബജീവിതത്തിൽ ഇത്രയും നാൾ അടക്കി വെച്ചിരുന്ന ചില വികാരങ്ങൾ, ചില സത്യങ്ങൾ ഇനി മൗനത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കില്ല. കർക്കിടകം രാശിക്ക് ആരെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗത്ത് ഇപ്പോൾ ഒരു ചലനം തുടങ്ങിയിരിക്കുന്നു. ആ ചലനം സ്നേഹത്തിൻ്റേതാണ്, ബന്ധങ്ങളുടേതാണ്, കുടുംബ ഭദ്രതയുടേതാണ്. ഈ ദിവസങ്ങളിൽ പ്രണയജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ തിരിവുകൾ ഉണ്ടാകും. ദീർഘകാലമായി ഒരു ബന്ധത്തിൽ ഉള്ളവർക്ക് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരും. ഈ ബന്ധം എനിക്ക് ശരിക്കും സന്തോഷം തരുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം ഇതാണോ? ഈ ചോദ്യങ്ങൾ ബലഹീനതയുടെ അടയാളമല്ല. ഇത് ആത്മാവ് ഉണർന്ന് സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്നതിന്റെ അടയാളമാണ്. ശനിയുടെ സ്വാധീനം ഈ ഘട്ടത്തിൽ ബന്ധങ്ങളിൽ ഒരു കടുത്ത പരീക്ഷണം കൊണ്ടുവരും. ഇതുവരെ ആരോടും പറയാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ ഇനി മൗനത്തിൽ ഒതുക്കാൻ കഴിയില്ല. ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഇണ അല്ലെങ്കിൽ കുടുംബത്തിലെ അടുത്ത ഒരാൾ, അവർ ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കും. ആ നിമിഷം നിങ്ങളെ ഒരുക്കിയിരിക്കണം. ആ വാക്കുകൾ ആദ്യം ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കും. പക്ഷേ ആ കൊടുങ്കാറ്റ് കഴിഞ്ഞ് മഴ പെയ്ത ശേഷമുള്ള ഭൂമി പോലെ ആ ബന്ധം ഒരു പുതിയ ഭദ്രതയിലേക്ക് ചേരും. ഇണകൾ തമ്മിലുള്ള ബന്ധത്തിൽ ഈ കാലഘട്ടത്തിൽ ചർച്ചകൾ കൂടും. ചിലർക്ക് ആ ചർച്ചകൾ ഉയർന്ന ശബ്ദത്തിൽ ആയേക്കും. വഴക്ക് എന്ന് തോന്നിക്കുന്ന ആ നിമിഷങ്ങളിൽ ഓർക്കണം, ഇരുവരും ഒരേ ദിശയിലേക്ക് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഭിന്നിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. ആ ബോധ്യമുണ്ടെങ്കിൽ ഏതൊരു ബന്ധവും ശക്തിപ്പെടും. വിവാഹ ജീവിതത്തിൽ ഈ ഘട്ടത്തിൽ ചില തണുപ്പ് അനുഭവപ്പെടാം. ഇണ ദൂരെ ആണെന്ന തോന്നൽ, ഒരുമിച്ച് ഇരിക്കുമ്പോഴും ആത്മീയ ദൂരം ഉണ്ടെന്ന വേദന, ഇതൊക്കെ ശനിദശ നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ബന്ധമുണ്ടെങ്കിൽ ശ്രദ്ധ വേണം, പ്രയത്നം വേണം. സ്നേഹം ഒരിക്കലും ഒഴുകി വരില്ല. പ്രവഹിക്കണമെങ്കിൽ ഇരുകരകളും ഒരുമിച്ച് ആകണം. ഈ കാലത്ത് ദമ്പതിമാർ ഒരുമിച്ച് ഏതെങ്കിലും ദേവാലയത്തിൽ പോകണം. ഒരുമിച്ച് ഒരു ദീപം കൊളുത്തണം. ആ ദേവതയോട് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ആ ഒരു ചടങ്ങ് ബന്ധത്തിൽ ഒരു പുതിയ ഊർജം നൽകും. ദൈവത്തിന്റെ സാക്ഷ്യത്തിൽ ഒന്നിച്ചു നിൽക്കും. കർക്കിടകം രാശിക്കാരെ, ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ഒരു തുടക്കമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യവും, ഓരോ വേദനയും, ഓരോ ആശയക്കുഴപ്പവും, അതെല്ലാം ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കല്ല. വീട്ടിൽ ഒരു രഹസ്യം പുറത്തു വരുമ്പോൾ ആദ്യം ഭയം തോന്നും. ആദ്യം ഒരു ഇരുട്ട് ബാധിക്കും.
പക്ഷേ ആ ഇരുട്ടിനപ്പുറം ഒരു വെളിച്ചം കാത്തിരിക്കുകയാണ്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ശത്രുക്കളല്ല. അവ നിങ്ങളുടെ ആത്മാവിന്റെ അദൃശ്യ ഗൈഡുകളാണ്. ഈ നക്ഷത്രനിലകൾ, ഈ ഗ്രഹചലനങ്ങൾ, ഇതെല്ലാം നിങ്ങളെ ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കർക്കിടകം രാശിക്കാർക്ക് ഒരു പ്രത്യേക ദൈവിക ബന്ധമുണ്ട്. ചന്ദ്രൻ ഈ രാശിയുടെ അധിപനാണ്. ചന്ദ്രൻ മനസ്സിന്റെ ദേവനാണ്. നിങ്ങളുടെ ഉള്ളിലെ ഭാവനകളും സ്വപ്നങ്ങളും ആഴത്തിലുള്ള വൈകാരിക ലോകവും, ഇവയെല്ലാം ചന്ദ്രന്റെ കൃപയിൽ നിലനിൽക്കുന്നു. ഇന്ന് ആ ചന്ദ്രൻ നിങ്ങൾക്ക് ഒരു സന്ദേശം അയക്കുകയാണ്. ഭയപ്പെടേണ്ടതില്ല, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷേ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാകും. ഒരുപക്ഷേ ഉറക്കമില്ലാത്ത രാത്രികൾ കഴിഞ്ഞിട്ടുണ്ടാകും. ഒരുപക്ഷേ ആരോടെങ്കിലും പറയാൻ കഴിയാത്ത ഒരു ഭാരം ഹൃദയത്തിൽ ചുമന്നു നടന്നിട്ടുണ്ടാകും. ആ ഭാരം ഇനി ചുമക്കേണ്ടതില്ല. ആ ഭാരം ഈശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിക്കൂ. ഭഗവാൻ ഏറ്റെടുക്കും. ദൈവം ഒരിക്കലും നിങ്ങളെ ഒറ്റുകൊടുക്കില്ല. വരും ദിനങ്ങളിൽ നിങ്ങൾ ഒരു പുതിയ ശക്തി അനുഭവിക്കും. ഒരു പുതിയ ആത്മ ഉണർവ്, ഒരു പുതിയ ദൃഢനിശ്ചയം. ഞാൻ ഇനി ഒടിഞ്ഞു വീഴില്ല എന്ന ഒരു ആഴത്തിലുള്ള തിരിച്ചറിവ്. ആ ശക്തി നിങ്ങൾക്ക് ഉള്ളതുതന്നെ. ഗ്രഹങ്ങൾ അത് ഉണർത്തിയെടുക്കുകയാണ്. കഷ്ടതകൾ നിങ്ങളെ തകർക്കാൻ വന്നതല്ല, നിങ്ങളെ കൂടുതൽ ശക്തരാക്കാൻ വന്നതാണ്. കർക്കിടകം രാശിക്കാർ സ്വഭാവത്തിൽ വളരെ നല്ലവരാണ്. അനുകമ്പയും സ്നേഹവും ത്യാഗബുദ്ധിയും നിങ്ങളുടെ അടയാളങ്ങളാണ്. പക്ഷേ ചിലപ്പോൾ ആ നന്മ തന്നെ നിങ്ങൾക്ക് ഭാരമാകാറുണ്ട്. ആരെക്കുറിച്ചും ദോഷം ചിന്തിക്കാൻ കഴിയാത്ത നിങ്ങൾ ചിലരുടെ ദോഷചിന്തകൾക്ക് ഇരയാകാറുണ്ട്. ഇനി അതും മാറും. ഇനി ആ ചക്രം തിരിഞ്ഞ് ദൈവം നിങ്ങൾക്ക് നീതി തരും. ഇന്ന്